അപ്പോൾ നമുക്ക് പുതുതായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു മനോഹരമായ ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ മാറി വട്ടിയൂർക്കാവിൽ നിന്ന് 4 കിലോമീറ്റർ വ്യത്യാസത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഈ കാണുന്ന ഒരു മനോഹരമായ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കാണുന്ന പോലെ തന്നെ ഇവിടെ മനോഹരമായ ഏകദേശം 30ഓളം വില്ലകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് നേരെ നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഒരു 50 മീറ്റർ മാത്രമാണ് വരുന്നത്. വലിയ തേരിയും ഇറക്കവും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ വില്ലയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഈ വീട് കാണുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു എലിഗൻറ്റ് ലുക്കിലാണ് ഇതിൻ്റെ എലിവേഷൻ പണികഴിപ്പിച്ചിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായാണ് ലൈറ്റിംഗ് ഒക്കെ നൽകി വൈറ്റും ലൈറ്റ് ബ്ലൂ കളറും ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ വീട് പണികഴിപ്പിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ ക്ലാഡിങ് മനോഹരമായ ടൈല് ഒക്കെ കൊണ്ട് ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാണുന്ന പോലെ തന്നെ വീടിന് മനോഹരമായ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിട്ടുള്ളത്. മതിലും മനോഹരമായ കേലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു വിക്കറ്റ് ഗേറ്റും ഈ വീടിൻ്റെ എൻട്രൻസിനായിട്ട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ ഇൻബിൽറ്റായിട്ട് ഒരു കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര വലിയ കാറും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതിൻ്റെ ഒരു ഭംഗിക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ എൻട്രൻസിൻ്റെ വലതുവശമാണ്. ഇവിടെയും ഇൻ്റർലോക്ക് നൽകി ബ്യൂട്ടിഫുള്ളായി തന്നെ ഗ്രാസൊക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വീടിൻ്റെ എൻട്രൻസിൽ തന്നെ മനോഹരമായ ഒരു ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. വീടിൻ്റെ വലതുവശത്തായിട്ടാണ് കിണർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ഒരു ചെറിയ ഇരുചക്ര വാഹനം അങ്ങനെയുള്ള ഒരു ചെറിയ വാഹനമൊക്കെ പാർക്ക് ചെയ്യുന്നൊക്കെ കഴിയുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് സിറ്റ് ഔട്ട്. മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു ഫ്രഞ്ച് ജനലും ഒരു ലാബിൽ തീർത്ത ഡബിൾ ഡോറിൻ്റെ വാതിലുമാണ് എൻട്രൻസ് നൽകിയിരിക്കുന്നത്. അകത്ത് കയറിയാൽ വിശാലമായ ഒരു ലിവിങ് കം ഡൈനിങ് ഏരിയയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയാണ് ഇത് നൽകിയിട്ടുള്ളത് കേട്ടോ. വളരെ സ്പേഷ്യസ് ആണ്. അതായത് ഈ കാണുന്ന പോലെ തന്നെ മനോഹരമായ ഒരു TV യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗി പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കൂടാതെ മനോഹരമായ ടെക്സ്ചർ വർക്ക് കൊണ്ട് ബ്യൂട്ടിഫുള്ളാക്കിയ ഒരു ചുവര് നമുക്കിവിടെ കാണാം. ഒപ്പം മനോഹരമായ ബ്ലൈൻഡ്സും എല്ലാ ജനലിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമാണ് നമുക്ക് ഡൈനിങ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. TV യൂണിറ്റും ലിവിങ്ങും നമുക്ക് ഈ സൈഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റെയറും നമുക്കിവിടെ കാണാം. മനോഹരമായ അയൺ ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് അടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഇൻവെർട്ടർ പ്ലേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മനോഹരമായ ഒരു കോർട്ട് യാർഡും പെബിൾ യാർഡും നമുക്കിവിടെ സ്റ്റെയറിൻ്റെ സമീപത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു വെർട്ടിക്കലായിട്ടുള്ള ഫർഗോളയും നമുക്ക് ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഇത് വെളിച്ചം കൂടുതൽ അകത്തേക്ക് കിട്ടുന്നതിനായിട്ട് ഈ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ഈ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് വളരെ എലിഗൻ്റായിട്ട് ചെയ്ത ഒരു വാഷ് ഏരിയ കാണാം. ടേബിൾ ടോപ്പായാണ് ആ വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഹാവൽസിൻ്റെ DB ആണ് നൽകിയിട്ടുള്ളത്. GMൻ്റെ ആണ് LCBയും മറ്റും ഉപയോഗിച്ചിട്ടുള്ളത്. ഫേസ് സെലക്ടർ ഉൾപ്പെടുന്ന ഒരു DB ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. താഴെ വരുന്ന ആദ്യത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. 14x10 എന്ന റേഷ്യോയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കോർണറിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു കബോർഡും ഈ റൂമിൻ്റെ കോർണറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മനോഹരമായ വാൾപേപ്പേഴ്സ് കൊണ്ട് ബ്യൂട്ടിഫുള്ളായി തന്നെയാണ് ഈ റൂമിൻ്റെ ചുവരുകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അറ്റാച്ചായി തന്നെയാണ് ഈ റൂം നൽകിയിട്ടുള്ളത്. മനോഹരമായ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം നൽകിയ ഒരു ബാത്റൂം തന്നെയാണ് ഈ വീടിൻ്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചനാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റീരിയറിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ലൈറ്റിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു WBCയുടെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലൂവും ഒരു ക്രീമും കളർ കോംബോയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ്. അത്യാവശ്യം പവർ പ്ലഗ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫാബറിൻ്റെ ഒരു ചിമ്മിനിയും ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറുന്നതിനായിട്ട് മനോഹരമായ ഒരു ഹാൻഡ് റെയിലാണ് ഈ സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായാണ് ഈ ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് നമുക്കിവിടെ കാണാം. കാണുന്ന പോലെ തന്നെ വളരെ വിശാലമായ രീതിയിലാണ് ഈ ലിവിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ലൈറ്റിങ്ങിനെല്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഈ ലിവിങ്ങിലും മനോഹരമായ ഒരു TV യൂണിറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നമുക്കൊരു വലിയ TV ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പേഷ്യസ് ആയ അത്യാവശ്യ സൗകര്യമുള്ള ഒരു ലിവിംഗ് തന്നെയാണ്. ഇവിടെ വെളിച്ചത്തിനായിട്ട് ഒരു ഫർഗോളയും ഒപ്പം മനോഹരമായ രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ്. 12x10 ഈ റൂമിൻ്റെ വലിപ്പം. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയ ഒരു കബോർഡ് ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റാച്ച് തന്നെയാണ്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x12 എന്ന റേഷ്യോയിലാണ് ഈ റൂം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൈറ്റിങ്സും വളരെ മനോഹരമായി തന്നെ നൽകിയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായ ഒരു വാൾപേപ്പർ ചുവരിൽ നൽകിയിട്ടുണ്ട്. ഒരു കബോർഡും ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണിത്. അറ്റാച്ചായി ക്രമീകരിച്ച ഈ റൂമിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിലും അറ്റാച്ചായി നൽകിയിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ റൂം. ഇത് ഒരു സ്റ്റഡി റൂമായി കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10x10 ഈ റൂമിൻ്റെ അളവ് എന്ന് പറയുന്നത്.
സ്പേഷ്യസ് ആയ ഒരു റൂമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം ബെഡ്റൂമായിട്ടും സ്റ്റഡി റൂമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അറ്റാച്ചായല്ല ഈ റൂം നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് വരുന്നത്. ഏകദേശം 30ഓളം വില്ലകൾ ഉൾപ്പെടുന്ന ഒരു വില്ലയാണ്. മെയിൻ റോഡിൽ നിന്നും ഒരു 50-60 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വില്ലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. റോഡിൽ നിന്നും വീട് വരെ 5 മീറ്റർ റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത്. ഒരു ബെഡ്റൂം അറ്റാച്ച് അല്ല എന്നുള്ളത് ഒഴികെ മറ്റുള്ള എല്ലാ രീതിയിലും വളരെ എലിഗൻ്റായ ഒരു വീട് തന്നെയാണിത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 67 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വെള്ളത്തിനായിട്ട് വാട്ടർ കണക്ഷനും കിണറും അവൈലബിൾ ആണ്. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇൻബിൽറ്റായി തന്നെ നൽകിയിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തന്നെ പ്ലാവ്, അർക്കേഷ്യ, ആഞ്ഞിലി മുതലായവയാണ്. ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും എല്ലാം വളരെ പ്രാധാന്യം നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്.